ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈയിടെയായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ. ഇനി അങ്ങോട്ട് ഒരു ഇലക്ട്രിക്കൽ യുഗം തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയവർക്കും ഇനി വാങ്ങാൻ പോകുന്നവർക്കും ഉള്ളൊരു സംശയമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡിയെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു വിവരം ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. നമുക്കിപ്പോൾ അത് കിട്ടണമെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, വണ്ടീൻ്റെ RC ഓണറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്, IFSI കോഡ്, ഫോട്ടോ, പിന്നെ വണ്ടീൻ്റെ ബില്ല്, ഇൻവോയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. റേഷൻ കാർഡ്, വോട്ടർ ID ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. മുമ്പൊന്നും ഇങ്ങനെ കൂടുതലായിട്ടുള്ള രേഖകളൊന്നും ചോദിക്കില്ലായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമാക്കിയിട്ട് അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുമാനം ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയ വരുമാനം ഉള്ളവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 1000 പേർക്ക് ഒരു വർഷത്തിൽ 1000 പേർക്ക് ഈ സബ്സിഡി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതിൽ തന്നെ ടാക്സി ആയിട്ട് ഓടുന്ന വാഹനങ്ങൾക്കാണ് ഈ സബ്സിഡി കൂടുതലായിട്ടും കിട്ടുന്നത്. പിന്നെ 2 വീലറിന് കിട്ടും, പ്രൈവറ്റ് 2 വീലറിന്. അപ്പം അത് നമുക്ക് ബില്ലിൽ തന്നെ അവർ ഇൻവോയ്സിൽ ആ പൈസ കുറച്ച് തരും. നിങ്ങളെ വരുമാനം ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ റേഷൻ കാർഡിൽ 2 ആൾക്കൊക്കെ വരുമാനം ഉണ്ടെങ്കിലൊക്കെ അത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ വെറുതെ അതിൻ്റെ വയ്യാതെ നടന്നിട്ട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ആകെ ഒരു വർഷത്തെ 1000 ആക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വീട്ടിൽ നിങ്ങളെ ഭാര്യയൊക്കെ അല്ലെങ്കിൽ വേറെ ആർക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മക്കൾക്കൊക്കെ വരുമാനമൊക്കെ റേഷൻ കാർഡ് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ ഇതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കേരള MVD ഈ സബ്സിഡിൻ്റെ പേജ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപേക്ഷ കൊടുത്തിട്ടുള്ളവർ ഈ സൈറ്റിൽ പോയിട്ട് ആ അപേക്ഷ ചെക്ക് ചെയ്ത് നോക്കുക. കൊടുക്കാനുള്ളവരും അതേപോലെ കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കോപ്പി അക്ഷയ സെന്ററിൽ നിന്ന് തരുന്ന ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടാവും. അതടക്കം വെച്ചിട്ടുള്ള കോപ്പി നിങ്ങളെ വാഹനം രജിസ്റ്റർ ചെയ്ത RT ഓഫീസിൽ PRO എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടുത്തെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് അവർ നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ.